നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന്, അതായത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് കൃത്യമായിട്ട് കാലെടുക്കേണ്ടത്, അതുപോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ നിന്ന് എങ്ങനെയാണ്, തേർഡ് ഗിയറിൽ നിന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് എടുക്കേണ്ടത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടി കൂടാതെ എവിടെയും ഒരു വാഹനം, ഏത് ടൗണിലും തിരക്കിലും വാഹനം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഏത് ഗിയറിൽ പോയാലും പ്രശ്നമില്ലാതെ നിങ്ങൾ കൃത്യമായിട്ടൊരു വാഹനത്തിന്റെ ഗിയറുകൾ ഇടാനും അതുപോലെ തന്നെ ഡൗൺ ചെയ്യാനും കഴിയുന്നതാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തട്ടുപെടുത്തുന്ന ബെല്ലൈക്കൺ എത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ വെക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, അതിയായ ആഗ്രഹമാണ്, അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിനു ശേഷവും 3-4 പേരുടെ പ്രാക്ടീസിന് പോയത് നിർത്തിക്കോ, പ്രായം കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 80-85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് കൃത്യമായിട്ട് ഓരോ ഗിയറിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് കാലെടുക്കണമെന്ന് പലർക്കും അറിയത്തില്ല. പലരും പല പല സിറ്റുവേഷൻ നോക്കിയാണ് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യാത്ത വണ്ടി കറക്റ്റായിട്ട് മൂവ് ആകാൻ പറ്റാതെ വരുന്നതും, ഗിയർ ഇട്ടിട്ട് വണ്ടി മുൻപോട്ട് മൂവ് ആകാത്തത്, അതുപോലെ ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള കാരണമൊക്കെ പല പലതാണ്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മളെ കാലെടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ ഓരോ ഗിയറിലും എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഫസ്റ്റ് ഗിയറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എത്ര അറിയാവുന്ന ഒരാളാണെങ്കിലും പെട്ടെന്ന് വലിച്ചുകൊണ്ട് പോകരുത്. വണ്ടി ഓഫ് ആയി പോകും. കാരണം പല പല റോഡുകളാണ്. അത് നമുക്കിപ്പം തോന്നും, ഞാൻ പതിയാണല്ലോ എടുത്ത്, വണ്ടി ഓഫ് ആയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ കിടക്കുന്നിടത്ത് അതേ പൊസിഷൻ അല്ലായിരിക്കും വണ്ടി കിടക്കുന്നത്. ചിലപ്പോൾ ഒരു സ്ലോപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഒരു കയറ്റമായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, വണ്ടി ചിലപ്പം നമ്മൾ അതേ രീതിയിൽ തന്നെ എടുക്കാൻ നിന്ന് ചിലപ്പോൾ വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫസ്റ്റ് ഗിയറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് മെല്ലെ തന്നെ, ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് പേപ്പറിനാണ്. എന്നാലും പലരും കമന്റിൽ പോലും ചോദിച്ചിട്ടുണ്ട് എന്താണ് പേപ്പർ തന്നെ പേപ്പറിനാണെന്ന്. നമുക്കിപ്പം ഒരു ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് എല്ലാരും പറയും മെല്ലെ എടുക്കണം, പതിയെ എടുക്കണം എന്ന് പറയും. പക്ഷെ ഈ മെല്ലെ പതി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ആർക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. ഞാൻ മെല്ലെയാണല്ലോ എടുക്കുന്നത്, പക്ഷെ എങ്കിലും വണ്ടി ഓഫ് ആയി പോകുന്നല്ലോ എന്ന്. അപ്പൊ നമുക്കറിയാം ഒരു പേപ്പറിന്റെ കാര്യം എന്തുകൊണ്ട്, ആ ഒരു പേപ്പറിന്റെ കാര്യം നമ്മൾ താഴേന്ന് ഒരു ലിഫ്റ്റ് നമ്മൾ കയറുക. ഈ ലിഫ്റ്റ് 10 നിലയുള്ള ലിഫ്റ്റ് നമ്മൾ താഴേന്ന് മുകളിലോട്ട് പോകുന്നതോറും, മുകളിലോട്ട് ആ ലിഫ്റ്റ് കയറുമ്പോൾ പിന്നെ ഒരേ സ്പീഡായിരിക്കുമോ, അതോ മേളിലോട്ട് പോകുന്നതോറും സ്പീഡ് കൂടുകയാണോ, അതോ മേളിലോട്ട് പോകുന്നതോറും സ്പീഡ് കുറയുമോ? നമ്മൾ താഴെ നിന്നാണോ എങ്ങനെയാണോ ഒരു സ്പീഡ് തുടങ്ങുന്നത്, അതേ സ്പീഡായിരിക്കും നമ്മൾ ടോപ്പി വരെ ചെല്ലുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ക്ലച്ചിൽ നിന്ന് നമ്മൾ കാല് തുടങ്ങുന്നത്, ആ ക്ലച്ചിൽ നിന്ന് മുകളിൽ ടോപ്പി വരുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യണം, അതേ രീതിയിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ. നിങ്ങൾ ആ ഫസ്റ്റ് ഗിയർ ചെയ്യുന്ന ക്ലച്ചിന്റെ മേളിൽ വരെയും കാല് വരാൻ. പലരും എന്ത് ചെയ്യും, ഈ പൊന്നെ പൊടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഈ 50 വരെയൊക്കെ, അതായത് നമ്മൾ പറയാറുണ്ട് കാഫ് ക്ലച്ച്. കാരണം ഈ 50 വരെയും ക്ലച്ച് ഇല്ല എന്നാൽ എല്ലാരും വിചാരിക്കുന്നത് എന്തുവാ, അവിടെ ഈ പതിയെ എടുത്തോണ്ട് വരും. ഒരു അനക്കം വരുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് എടുത്തു വിടും. നമുക്ക് പക്ഷെ ക്ലച്ച് തുടങ്ങുന്ന എവിടെ, ഈ 50-ലാണ്. പലരും അത് പ്രത്യേകിച്ച് തുടക്കക്കാരെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ കാഫ് ക്ലച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലച്ച് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. ഞാനത് ഉദാഹരണത്തിന് കാണിച്ചിടാം. അത് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ബ്രേക്കിലും അതുപോലെ തന്നെ ക്ലച്ചിലും ചവിട്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഹാൻഡ് ബ്രേക്ക് മാറ്റരുത്. അല്ലെങ്കിൽ പിന്നെ ബ്രേക്കിൽ നിന്ന് മാറ്റിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനാ ഹാൻഡ് ബ്രേക്ക് കിടന്നോട്ടെ. നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറ്റി നോക്കി, ബ്രേക്കിൽ നിന്ന് മാറ്റുമ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് കിടക്കുമ്പോൾ, ഈ ഗിയർ കിടക്കുമ്പോൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്ത് നോക്കുക. ഈ മെല്ലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ഒരു സൗണ്ട്, അതായത് ഈ വണ്ടി ഗിപ്പ് ഉണ്ടാകുന്ന ഈ ഒരു സൗണ്ടിനകത്ത് വ്യത്യാസം വരും. ഒരു വണ്ടി മുന്നോട്ട് പോകാനുള്ള ചാട്ടവും ഈ ഒരു ടെൻഡൻസി കാണിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ ക്ലച്ച് തുടങ്ങി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ക്ലച്ച് താത്തു കൊടുക്കുക. എന്നിട്ട് അപ്പൊ അത് ഈ ആ ഒരു സൗണ്ട് വ്യത്യാസം വരുന്ന വരെ മേളിലോട്ട് എടുത്തു കൊടുക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അത്രയും വരെ, അതായത് ഫുള്ളായിട്ട് കൊണ്ടുവരണ്ട, ഈ പകുതി വരെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എവിടുന്ന് എടുക്കുന്ന സമയത്ത് ചെയ്യും, നമ്മുടെ കാല് പെട്ടെന്ന് ഒരു വഴക്കം കിട്ടും. അവിടം വരെ അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മേളിൽ ടോപ്പി വരെ മെല്ലെ എടുത്താൽ മതി. കണ്ട ആ പേപ്പറിന്റെ കാണത്തില്ല. നമ്മളിപ്പം കാല് കുറച്ചെങ്കിലും, അതായത് കാഫ് ക്ലച്ച് കൊണ്ടുവന്ന് വണ്ടി ഉരുളാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിട്ടിരിക്കുക, ക്ലച്ചിലിരിക്കുക. അപ്പൊ നമ്മുടെ ടോപ്പി വരുന്നിടം വരെ നമ്മൾ ഒരു വണ്ടി എടുക്കുകയാണ്. അതായത് ഫസ്റ്റ് ഗിയറിൽ
നിങ്ങളുടെ കാല് ക്ലച്ചിൽ നിന്ന് മുകളിൽ വരുന്നിടം വരെ എന്ത് തന്നെയാ ഒരു വണ്ടി എടുക്കുകയാണ്, നമ്മൾ ഓടിക്കുകയല്ല. അപ്പൊ നമ്മുടെ കാല് കുറച്ചെങ്കിലും ഇരിപ്പുണ്ടോ നമ്മൾ എടുക്കുക തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, വലിച്ചോണ്ട് പോകരുത്. അപ്പം നമ്മൾ ഒരു വണ്ടി എടുക്കുകയാണ്. അപ്പം ഒരു ക്ലച്ചിന്റെ ഈ 50 തൊട്ട് 95 വരെ ഉള്ളൂ ക്ലച്ച്, 5% മുകളിലും പ്ലേ ആണ്. അപ്പൊ നമ്മൾ ഈ 50 മുതൽ 95 വരെ വരുമ്പോൾ സമയം കൊണ്ട് എന്ത് ചെയ്യത്തുള്ളൂ, ഒരു വീലിന്റെ കറക്കമാകുന്നേ ഉള്ളൂ. ഒരു വീല് എങ്ങനെയാണോ ഇപ്പൊ കിടക്കുന്ന ഒരു പൊസിഷൻ എന്ന രീതിയിൽ തിരിച്ച് അതേ പൊസിഷനിൽ വരുന്ന ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലച്ചിന്റെ ഈ മേളി വരുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അത്രയും സ്പേസ് ഇല്ലാതെ നമ്മളൊരു വണ്ടി എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മുന്നിലുള്ള ആ ഒരു സംഭവങ്ങൾ കണ്ടോണ്ട് എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ഇതിൽ നിന്ന് വലിക്കരുത്. അപ്പൊ നമ്മള് എന്തായാലും ഒരു വീലിന്റെ കറക്കം നമുക്ക് മുന്നേ സ്പേസ് ഉണ്ടായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതുവരെ നിങ്ങൾ ഈ വണ്ടി ക്ലച്ചിൽ നിന്ന് മേളി വരുന്ന നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമിക്കുക. ഒരു വീല് കറങ്ങുന്ന വരെ നിങ്ങൾ ക്ഷമിക്കുക, അതുവരെ ഓടിക്കാൻ നിൽക്കാതെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് പേടി കൂടാതെ തന്നെ എന്ത് ചെയ്യാം, കോൺഫിഡൻസോട് കൂടി എവിടെ കിടക്കുന്ന ഒരു വണ്ടി എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ സെക്കൻഡ് ഗിയറിൽ നിന്ന് എന്ത് ചെയ്യരുത്, അത്രയും സ്ലോ ആയി പോവുകയും ചെയ്തത് ഒരുപാട് സ്പീഡുമായി പോകരുത്. എന്ത് ചെയ്യണം, ഒരു 2 പേപ്പറിന്റെ കാരണത്തിന് 3 പേപ്പറായി പോകരുത്, 1 പേപ്പറായി പോകരുത്. കാരണം ആ 2 പേപ്പറിന്റെ കാരണത്തിലുള്ള എന്ത് ചെയ്യുക, സെക്കൻഡ് ഗിയർ നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്ലച്ചിനെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വിടരുത്. നമ്മളൊരു വണ്ടി എടുക്കുകയാണ്, അപ്പം ആ ക്ലച്ച് നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം തേർഡ് ഗിയർ മുതൽ വണ്ടിക്ക് ചിലപ്പം എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഇച്ചിരി സ്പീഡിൽ എടുത്തെന്ന് പറഞ്ഞാലും വണ്ടിക്ക് വലിയ സംഭവിക്കാനില്ല. പക്ഷെ ഫസ്റ്റിലും സെക്കൻഡിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെക്കൻഡ് ഗിയറിൽ നമ്മൾ ചാടി പിടിച്ച് ക്ലച്ച് എന്ത് ചെയ്യരുത്, ഗിയർ വീണെന്ന് അതിന് ക്ലച്ചൊന്നും എടുക്കരുത്. ചിലപ്പോൾ ആ പ്രതലം അനുസരിച്ച്, അതായത് ചിലപ്പോൾ നമ്മൾ ഗിയർ മാറി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കയറ്റം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് വലിക്കുന്നതനുസരിച്ച് ചിലപ്പോൾ വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും വളരെ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പം സെക്കൻഡ് ഗിയറിന്റെ എങ്ങനെ ക്ലച്ച് എന്ന് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ തേർഡ് ഗിയറിൽ നിന്ന് വണ്ടിയുടെ സ്പീഡിനനുസരിച്ച്, സ്പീഡ് എങ്ങനെയാണോ നമ്മൾ തേർഡ് ഗിയർ ചില സമയത്ത് സ്പീഡിൽ ആക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, തേർഡ് ഗിയർ കൊടുക്കുന്നത്. തേർഡ് ഗിയർ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ക്ലച്ച് നിന്ന് കാലെടുക്കുമ്പോൾ ആ സ്പീഡിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ മുകളിലോട്ടുള്ള ഓരോ ഗിയറിലും നിങ്ങളെ കാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ തുടക്കക്കാരും അപ്പം ഈ വണ്ടി ഓടിച്ച് എക്സ്പാർട്ടൊക്കെ ആയി വരുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് 4-5 ഗിയറൊക്കെ ഇട്ടോളും. ഇപ്പം നമ്മൾ ഈ ഫസ്റ്റ് സെക്കൻഡ് വിട്ട അതുപോലെ തന്നെ തേർഡ് വിട്ടൊക്കെ ആ ഒരു മൂവ്മെന്റ് കൃത്യമായിട്ട് ആക്കി കഴിഞ്ഞാൽ 5-ാമത്തെ ഗിയറിന് 4-ാമത്തെ ഗിയറിന് എങ്ങനെയാണ് കാലെടുക്കുന്നത് നമുക്ക് തന്നെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം ഫസ്റ്റിലും സെക്കൻഡിലും നിങ്ങൾ ഈ ഒരു രീതിയിലും ചെയ്യുക. തേർഡ് ഗിയറിൽ നമ്മൾ ആ വണ്ടിയുടെ മൂവ്മെന്റ് സ്പീഡിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, ക്ലച്ചിൽ നിന്നും കാലെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി. എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളോ കമന്റ് ബോക്സിൽ കൊടുത്താൽ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് ഇതിനകത്ത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റായി രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.